പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്താണ് പഠിച്ചു വരുന്നത്. ഏതാനും വിഷയങ്ങൾ നമ്മൾ 2 എപ്പിസോഡുകളിൽ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയാണ്, പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ. നമ്മുടെ വചനം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. നമ്മൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും എന്ന ഭാഗം മനസ്സിലാക്കി. അസ്സിയാം അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടമെന്ത് മനസ്സിലാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഈ ഭാഗം പറഞ്ഞാണ് നമ്മൾ ഏതാനും വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വച്ചത്. അതിൽ ഈ കമ എന്നിടത്തുള്ള കാഫ് അറിയിക്കുന്ന തശ്ബീഹ്, അതാണ് ഇന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ്, നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അവിടെ ഈ കാഫ് നമ്മൾ പറഞ്ഞു, അത് കാഫു തശ്ബീഹാണ്. സാദൃശ്യപ്പെടുത്താനുള്ള കാഫാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും സിയാം നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ തശ്ബീഹിൽ ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? വജ്ഹു തശ്ബീഹ് അല്ലെങ്കിൽ വജ്ഹു ശബഹ് അല്ലെങ്കിൽ വജ്ഹു ശിബ് എന്ന് പറയും. സാദൃശ്യപ്പെടുത്തുന്നത് ഏത് വിഷയത്തിൽ? അത് നോമ്പിൻ്റെ ഖദർ അല്ലെങ്കിൽ വഖ്ത് അല്ലെങ്കിൽ ഹുക്കും അല്ലെങ്കിൽ സിഫത്ത്, ഏത് വിഷയത്തിൽ? ഖദർ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ഒരു നോമ്പിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ദീനിൽ മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്റിൻ്റെ ഉദയം മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെയാണ്. അതാണ് ഖദർ, ഒരു നോമ്പിൻ്റെ അളവ്. ആ വിഷയത്തിലാണോ തശ്ബീഹ്, ഈ സാദൃശ്യപ്പെടുത്തൽ, ഉപമിക്കൽ? അതല്ല വഖ്ത്, നോമ്പിൻ്റെ ടൈം. നമുക്ക് റമദാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധം. അതിനു മുമ്പ് മാസത്തിൽ 3 നോമ്പ്, ആശൂറ. ഈ റമദാനിലെ നോമ്പ് ഇതേ നോമ്പായിരുന്നോ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടത്? അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ജൂതർക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, പക്ഷേ ജൂതർ അതിൽ വീഴ്ച വരുത്തി. നസാറാക്കൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടു, അവരിൽ നിന്നും ചില വ്യതിചലനങ്ങൾ ഉണ്ടായി തുടങ്ങിയ ചരിത്രങ്ങൾ. പക്ഷെ അതൊന്നും പ്രാമാണികമായി ബലപ്പെട്ടതല്ല. ഏതായാലും നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയ ഈ കാലം, റമദാൻ മാസം, അതിലാണോ ഈ സാദൃശ്യപ്പെടുത്തൽ? അതല്ല ഹുക്കും, നോമ്പിൻ്റെ വിധിയിലാണോ? പൂർവികർക്ക് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി, ആ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, വിധിയിൽ ഉള്ള സാദൃശ്യപ്പെടുത്തലാണോ? അതല്ല സിഫത്ത്, നമുക്ക് നോമ്പ് എങ്ങനെയാണ്? നിയത്തോടു കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബത്തനിൻ്റെ ഷഹ്വത്ത്, അതേപോലെ ഫർജിൻ്റെ ഷഹ്വത്ത്, വയറിൻ്റെ ഉദരത്തിൻ്റെ വികാരമാണ് തിന്ന കുടിക്കുക. ഫർജ് ലൈംഗികാവയവത്തിൻ്റെ വികാരമാണ് വികാര പൂർത്തീകരണം. ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ നമുക്ക് നോമ്പ്. ഇതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു രീതിയായിരുന്നോ പൂർവികരുടെ രീതി? ആ വിഷയത്തിലാണോ തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ? ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയം. ഏറ്റവും ബലപ്പെട്ടത് ഈ വിഷയമാണ്. അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മഖ്തൂർ ബിഹി അന്ന തശ്ബീഹ ഫിൽ ഫർദിയ്യത്തി ഖാസത്തുൻ
ഖണ്ഡിതമായിട്ടുള്ള കാര്യം നോമ്പിൻ്റെ ഹുക്മ് ഫർദാണ്, അതിലാണ് സാദൃശ്യം എന്ന് പറഞ്ഞാൽ പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കി, അതേപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കി. നോമ്പ് അന്നും ഇന്നും നിർബന്ധം. അപ്പം തശ്ബീഹ് ഈ ഹുക്മിൻ്റെ വിഷയത്തിലാണ്. എന്നാൽ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വസായിറുൽ വുജൂഹ്, മറ്റ് പറയപ്പെട്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഖദർ, വഖ്ത്, സിഫത്ത്, ഇതൊക്കെ മുജറദ് ഇഹ്തിമാൽ, കേവലം സാധ്യതകൾ മാത്രമാണ്. പക്ഷെ ഉറപ്പുള്ള കാര്യം എന്താണ്? അത് ഈ ഹുക്മിൻ്റെ വിഷയത്തിൽ തശ്ബീഹ് എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു ഉപമ വന്നു, അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തൽ വന്നു. അതേത് വിഷയത്തിൽ? വിഷയം കിതാബത്ത്, ഇത് നിർബന്ധമാണെന്ന വിധിയുടെ വിഷയം. അന്ന് നിർബന്ധം, അവർക്ക് നിർബന്ധം, അത് ഇന്ന് നിർബന്ധം, നമുക്കും നിർബന്ധം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന്. ഈ അനുബന്ധം എന്തിനാണ് പറഞ്ഞത്? പൂർവികരെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ധരിച്ചത്? അവർക്ക് നിർബന്ധമാക്കിയത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിച്ചത്, വചനം ആ വിഷയത്തിൽ ഇറക്കിയത്? ആ തഫ്സീറുകളിൽ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ ഒരു വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്തിന്? അതിൽ ഒന്ന്, ഈ ഒരു പുണ്യ ഇബാദത്ത് അഥവാ അസൗം, നോമ്പെന്ന പുണ്യ ഇബാദത്ത്, അത് അതിശ്രേഷ്ഠമായ മഹനീയമായ ഇബാദത്തെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ആരാധനകളിൽ ഉമ്മഹാത്ത് എന്ന് പറയുന്ന മുഖ്യ ആരാധനകളിൽ പെട്ട ഒന്നാണ് അസൗം. ആദികാലം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരേക്കും നിർബന്ധമാക്കിയ ആരാധനയാണ് സൗം. ഒപ്പം മുസ്ലിമീങ്ങൾ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ നോമ്പിനെ വരവേൽക്കണം, നോമ്പ് അനുഷ്ഠിക്കുകയും വേണം. ഒരു മാത്സര്യബുദ്ധി അത് മുസ്ലിമീങ്ങളിൽ ജനിക്കണം. അവരുടെ മനോവിചാരം, വികാരം അത് നോമ്പിൻ്റെ വിഷയത്തിൽ ത്രസിക്കണം. പൂർവികരേക്കാൾ ഞാൻ ഈ വ്രതാനുഷ്ഠാനത്തിൽ, ഈ ഇബാദത്തിൽ അള്ളാഹുവിനോട് നന്നായി വർത്തിക്കണം, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ. മുഹാജിറുകളിൽ ഫുഖറ, നിർധനരുടെ വിഷയത്തിൽ നമ്മൾ ചരിത്രം കേൾക്കാറുണ്ട്. ഒരു മാത്സര്യ ബുദ്ധിയുടെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ ഫുഖറാക്കൾ വന്നു എന്നാണ്, ദരിദ്രന്മാർ. എന്നിട്ട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ, തിരുദൂതരെ സമ്പന്നന്മാർ പ്രതിഫലങ്ങളൊക്കെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഒബി ദറജാത്തിൽ ഉല, അത്യുന്നത പദവികൾ കൊണ്ടുപോയി. വൻ നഈമുൽ മുഖീം, നിത്യ അനുഗ്രഹങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈഫദാ, അതെങ്ങനെ ചോദിച്ചപ്പോൾ യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു. വയസുമൂന കമാ നസും, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നു. പക്ഷേ വലഹും ഫദ്ലും മിൻ അംവാൽ, അവർക്ക് സ്വത്ത് ഞങ്ങളെക്കാൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ യഹുജ്ജൂന ബിഹ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു. യതമിറൂൻ, അവർ ഉംറ ചെയ്യുന്നു. യുജാഹിദൂൻ, ജിഹാദ് നിർവഹിക്കുന്നു. യതസദ്ദഖൂൻ, അവർ സദഖ നിർവഹിക്കുന്നു. വലാന നതസദ്ദഖ്, ഞങ്ങൾക്ക് അങ്ങനെ സദഖ ചെയ്യാനാവുന്നില്ല. വയുഅ്തിഖൂൻ, അവർ അടിമകളെ മോചിപ്പിക്കുന്നു. വലാ നുഅ്തിഖ്, ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനാകുന്നില്ല. വലൈസത് ലനാ അംവാൽ, ഞങ്ങൾക്ക് സ്വത്തുക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തസ്ബീഹ്, അതേപോലെ തഹ്മീദ്, തക്ബീർ ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തഹ്ലീൽ പഠിപ്പിച്ച ആ ചരിത്രം എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വിഷയമാണത്. ഞാനത് ഉദ്ധരിച്ചത് സഹാബികളിൽ, പൂർവികരിൽ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു, ഒരു വിചാരം ഉണ്ടായിരുന്നു.
മറ്റുള്ളവരുടേത് കാണുമ്പോൾ അറിയുമ്പോൾ അതിൽ താൻ മുൻപന്തിയിലെത്തണം, തനിക്കും അത് വേണം, തനിക്കതിന് സാധിക്കുകയില്ലേ, ഇങ്ങനെയുള്ള ഒരു വിചാരം അത് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ ഉടലെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ അതിൽ പറയുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയത്, എന്തുകൊണ്ട് പൂർവികരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹു പറഞ്ഞു. അതിൻ്റെ വിഷയം, നോമ്പ് ക്ലേശം സഹിക്കേണ്ട, കൂടുതൽ ക്ഷമ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ്. വിശപ്പും ദാഹവും സഹിച്ച് ശാരീരികമായുള്ള ക്ഷീണം പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ് വ്രതാനുഷ്ഠാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇവിടെ നോമ്പെടുത്തപ്പോൾ സഹാബികൾ ചിലർ തലചുറ്റി വീണത്, വഴിയിൽ വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വീണത് ഒക്കെ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരവസ്ഥ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പിനെ നിർബന്ധാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സലാസത്തു അഹ്വാൽ, ഒരു 3 മാറ്റങ്ങൾ നോമ്പിനുണ്ടായിട്ടുണ്ട്. ഒറ്റയടിക്ക് റമദാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അല്ലാഹു നിർബന്ധാക്കിയില്ല. പിന്നെയോ നമ്മളതിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. അതെന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വിഷയം, കാനു ഖൗമൻ ലം യതഅവദു സിയാം, അവർക്ക് നോമ്പ് ശീലം ഉണ്ടായിരുന്നില്ല. വകാന സിയാമു അലൈഹിം ഷദീദൻ, നോമ്പ് കഠിനമായൊരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മാസത്തിൽ 3 നോമ്പ്, പിന്നെ ആശൂറയും, പിന്നെ നോമ്പ് നിർബന്ധമാക്കി റമദാനിൽ. അത് തന്നെ നോമ്പ് നോൽക്കാനും നോമ്പ് ഉപേക്ഷിച്ചിട്ട് ഒരു അഗതിയുടെ അന്നം നൽകാനും സ്വാതന്ത്ര്യമുള്ള രീതിയിൽ പിന്നെയാണ് മാസം മുഴുവൻ നോമ്പെടുക്കൽ നിർബന്ധമാക്കിയത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പരിണാമം? അത് നോമ്പ് നോൽക്കുവാൻ, ഈ വിഭാഗത്തിനെ സർവാത്മന സ്വീകരിക്കുവാനുള്ള ഒരിക്കലാണ്. അയ്യാമം മഅദൂദാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ അതാണ് പഠിക്കാനുള്ളത്. ഏതാനും നാളുകൾ നോമ്പ് എന്ന് പറഞ്ഞ് എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചത്? അതൊക്കെ ഈ ഒരു ഇബാദത്തിനെ പുൽകാൻ, സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സുകളെ തയ്യാറാക്കുകയാണ്, മനുഷ്യരെ തയ്യാറാക്കുകയാണ്. ഏതായാലും തങ്ങൾക്ക് മാത്രമല്ല ഈ വ്രതാനുഷ്ഠാനത്തെ നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, പൂർവികർക്കും ഇത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതുതായി ഇസ്ലാമിലേക്ക് കാലൂന്നിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് താങ്ങാൻ, സഹിക്കാൻ ഒരു വിശാല മനസ്കത വരും. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികർക്ക് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ, അറബിയിൽ പറയും, അൽ ബലായ ഇദാ അമ്മത് ഹാനത്ത്, പരീക്ഷണങ്ങൾ അത് എല്ലാവരിലുമായാൽ ഹാനത്ത്, അതിൽ പിന്നെ നിസ്സാരമായിരിക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഒരാൾക്ക് മാത്രം ഒരു പരീക്ഷണം വന്നാൽ അയാൾക്കത് അസഹ്യമായിരിക്കും. പക്ഷേ എല്ലാവരിലും ആ പരീക്ഷണം ഉള്ള അവസ്ഥയാണെങ്കിലോ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളവർക്ക് അത് സഹിക്കാനും കൂടുതൽ താങ്ങാനും ഒരു അവസ്ഥ ഉണ്ടാവും. ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ഈ നമ്മൾ ചെരുപ്പൊക്കെ മോഷണം പോകുന്ന സന്ദർഭം, വെള്ളിയാഴ്ച ജുമുഅക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരാളുടേത് മാത്രം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ അയാളുടെ കൂടെ പോയവരുടേതും ഒക്കെ പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതൊരു സഹ്യമായ അവസ്ഥയായിരിക്കും. ഈ ചരിത്രത്തിൽ തഫ്സീറുകളിൽ തന്നെ കാണാം ഈ ഒരു വിഷയം പറയുന്നിടത്ത്, ഈ ഹൻസ തുമാദിർ എന്ന് പറയുന്ന മഹദി, പ്രമുഖ കവിയത്രിയാണ് അവർ, സഹാബികളോടൊക്കെ സഹകരിച്ച് ജീവിച്ച മഹദി. ഈ തുമാദിർ അൽ ഖൻസ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഒരു സഹോദരൻ, വലിയ ആത്മബന്ധമായിരുന്നു സഹോദരനോട്. ആ സഹോദരൻ നഷ്ടപ്പെട്ടതിൽ, കൊല്ലപ്പെട്ടതിൽ അവർ ദുഃഖിച്ചതും അവരുടെ ദുഃഖഭാരം കവിതകളായി ചൊല്ലി ഇറക്കിയതും ഒക്കെ ചരിത്രത്തിൽ വായിക്കാം. അസഹ്യമായിരുന്നു അവർക്ക് സഹോദരൻ്റെ മരണവാർത്ത.
പക്ഷെ അവർ പറയുന്നുണ്ട് വലൗല കസ്റത്തുൽ ബാക്കീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖതൽതു നഫ്സി. എൻ്റെ ചുറ്റും കരയുന്ന ആളുകൾ ധാരാളമാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു സഹോദരൻ മരിച്ചതിനാൽ. പക്ഷേ ഞാൻ മാത്രമല്ല, പിന്നെയോ സഹോദരങ്ങൾ മരണപ്പെട്ട കുറേ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ട് അവരൊക്കെ സഹിക്കുന്നു, കരഞ്ഞു തീർക്കുന്നു, ഞാനും സഹിക്കുന്നു, കരയുന്നു എന്ന് പറഞ്ഞവർ ആത്മഹത്യ ചെയ്തില്ല. വമാ യബ്കൂന മിസ്ല അഖി വലാകിൻ ഉസല്ലിൻ നഫ്സ അൻഹു ബിത്തഅസ്സി എന്നാണ്. അവരൊക്കെ കരയുന്നത് എൻ്റെ സഹോദരനെ പോലെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതിനാലല്ല. എൻ്റെ സഹോദരൻ അവരുടെയൊക്കെ സഹോദരങ്ങളെക്കാൾ എത്രയോ മികച്ചവനാണ്. വലാകിൻ ഉസല്ലിൻ നഫ്സ് അൻഹു ബിത്തഅസ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ആശ്വസിപ്പിക്കുകയാണ് മറ്റുള്ളവരെ അനുധാവനം ചെയ്ത് അനുകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഖൻസായിൻ്റെ ആ കവിത ഉള്ളത് അവരുടെ ജാഹിലിയത്തിൽ. അപ്പോൾ ഇവിടെ ഖൻസായിന് സഹിക്കാൻ പറ്റി. എന്തുകൊണ്ട്? ഈ പരീക്ഷണം തന്നിൽ പരിമിതമല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് എന്നതിനാൽ. ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഖൻസ ആണ്. അവർ ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം അവരുടെ ഈമാൻ അവരെ നന്നായി മാറ്റി അവരെ വിശിഷ്ടയും വിശുദ്ധയുമാക്കി ക്ഷമിക്കുന്ന ആളാക്കി എന്നുള്ളതാണ്. അവരുടെ സഹോദരൻ്റെ വിഷയത്തിലാണ് അവർ ഈ അക്ഷമയും അസഹിഷ്ണുതയും ഒക്കെ പ്രകടിപ്പിച്ചത് നമ്മൾ വായിക്കുന്നത്. ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം അവരുടെ 4 മക്കൾ ഖാദിസിയയിൽ രക്തസാക്ഷികളായി. 4 മക്കൾ. ആ 4 മക്കളെയും യുദ്ധമുഖത്തേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട്, വളരെ ആത്മധൈര്യം നൽകി ക്ഷമിച്ചുകൊണ്ട്. യാ ബനിയ ഇന്നക്കും അസ്ലംതും തായിഈൻ വഹാജർതും മുഖ്താരീൻ എന്നൊക്കെ പറഞ്ഞ് മക്കളോടുള്ള അവരുടെ ആ വസിയ്യത്ത് ഒക്കെ ചരിത്രത്തിൽ വിശ്രുതാണ്. എന്നിട്ട് പിന്നെ ഇനി മക്കളെ യുദ്ധമുഖത്ത് അവരെങ്ങനെ വർത്തിക്കണമെന്നതിനൊക്കെയുള്ള വഅലമു അന്നദ്ദാർ അൽ ആഖിറ ഖൈറൻ മിനദ്ദാരിൽ ഫാനിയ, പിന്നെ പരലോക ജീവിതമാണ് ഭൗതിക ജീവിതത്തേക്കാൾ, നശ്വരമായ ഭൗതിക ജീവിതത്തേക്കാൾ പിന്നെ ഉത്തമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ അവർ മക്കളെ കൽപ്പിച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്, അവരെ യാത്രയാക്കി. ഇദാ റഅയ്തുമുൽ ഹർബ ഖദ് ശമ്മറത് അൻ സാഖിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ യുദ്ധത്തിൽ എങ്ങനെയാണ് മക്കൾ നിലയുറപ്പിക്കേണ്ടത്, പെരുമാറേണ്ടതെന്നൊക്കെ വളരെ സുന്ദരമായി പറഞ്ഞ ഒരു ചരിത്രം. ഈ മക്കൾ 4 പേരും അവരുടെ 4 മക്കളും ഖാദിസിയയിൽ മരണപ്പെട്ടു. ആ മരണ വാർത്ത വരുമ്പോൾ അവർ അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം, എൻ്റെ മക്കളെ അള്ളാഹു രക്തസാക്ഷികളാക്കി സ്വീകരിച്ചു, അങ്ങനെ എന്നെ ആദരിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്നൊക്കെ പറഞ്ഞവർ മഹദി. പിന്നീട് അവർ പിന്നെ അവരുടെ ആ ക്ഷമയുടെ വരികൾ, മുമ്പങ്ങനെയല്ല, അക്ഷമയാണ് സഹറിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഞാൻ ഇതൊന്ന് ഉണർത്തിയതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നൊരു അനുബന്ധം ഇങ്ങനെ ഒരു ഉദാഹരണമായി ഉപമയായി സാദൃശ്യപ്പെടുത്തലായിട്ട് ഇവിടെ പറഞ്ഞത്? അതിൻ്റെ പൊരുൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ചിലപ്പോൾ ക്ലേശവും ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, പൂർവികർക്കും ഈ നോമ്പ് ഇതേപോലെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവരൊക്കെ സഹിച്ചു, ക്ഷമിച്ചു, ത്യജിച്ചു. അതുകൊണ്ട് നിങ്ങളും അവരെപ്പോലെ ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും വ്രതം അനുഷ്ഠിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു പരീക്ഷണമോ വിധിയോ അല്ല, ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ആശ്വസിക്കുവാനും അങ്ങനെ ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുവാനും ഒരവസരത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉണർത്തിയത് എന്നാണ് ചിലർ പറഞ്ഞത്. പൂർവികർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധാക്കി. അവർ നോമ്പെടുത്തു, ആചരിച്ചു, അനുഷ്ഠിച്ചു. ആ പൂർവികരുടെ അനുഷ്ഠാനം അതിനേക്കാൾ മികവിൽ, അതിനേക്കാൾ സുന്ദരമായി നിങ്ങൾ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ ഈ വ്രതാനുഷ്ഠാനം ഉൾക്കൊണ്ട് ആചരിക്കണം എന്ന ബോധനത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉണർത്തിയത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കർമ്മം അതിലെത്ര ക്ലേശവും വിഷമവും പ്രയാസവും ഞെരുക്കവും ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏൽക്കാനും അനുഷ്ഠിക്കാനും
ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ആ ഒരു കാരണം അതല്ല ഇത് ഉണർത്തിയതിലെ യുക്തിയും പൊരുളും. പ്രത്യുത യഥാവിധം ഈ നിർബന്ധ കർമ്മം അതേറ്റെടുത്ത് നിർവഹിക്കാൻ പ്രചോദനം, പ്രോത്സാഹനം, പ്രേരണ, അതാണ് ഈ അനുബന്ധത്തിൻ്റെ യുക്തിയും പൊരുളും എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാനിവിടെ ഈ ഒരു ഭാഗം ഉണർത്തിയത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ, ഉപമിക്കൽ നിർവഹിച്ചത്? അതിന് ചില ഫായിദകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത്? അത് പൂർവികർ പല മുഫസ്സിറുകളും ഉണർത്തിയത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു. അത് അനിവാര്യവുമാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കൽ. ഇനി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇവിടെ ലഅല്ല എന്നത് ഭാഷയിൽ അതുവരെ ലിത്തറജി, തറജിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലൈത ലിത്തമന്നി, ലഅല്ല ലിത്തറജി. അപ്പോൾ ആയേക്കാം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാനാണ്, അതാണ് തറജി. ഇവിടെ ലഅല്ല തറജിക്ക് വേണ്ടിയാണോ അതല്ല ലഅല്ല ലിത്തഅലീലിന് വേണ്ടിയാണോ? തഅലീലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, കാരണം ദ്യോതിപ്പിക്കാൻ. ലഅല്ലക്കും തത്തഖൂൻ തറജിക്ക് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നാണ് അർത്ഥം വരിക. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് തഅലീലിന് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ്. ഇതാണ് ശരി. തഅലീലിന് വേണ്ടിയാണ് ഇവിടെ ലഅല്ല. വിശുദ്ധ ഖുർആനിൽ ലഅല്ല പറഞ്ഞിടത്തൊക്കെയും അത് തഅലീലിന് വേണ്ടി എന്നുള്ളതാണ് പല പ്രാമാണികരും പറഞ്ഞിട്ടുള്ളത്, തറജിക്ക് വേണ്ടിയല്ല. സൂറത്ത് ശുറായിലെ 129 വചനം, വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ എന്നിടത്ത് മാത്രം അവിടെ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ വതത്തഖിദൂന മസാനിഅ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന വിഷയമാണല്ലോ, നിങ്ങൾ എടുപ്പുകൾ, നിർമ്മാണശാലകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ നിത്യവാസികളായിട്ട് ഇവിടെ ജീവിക്കുമെന്നതുപോലെ. അവിടെ ലഅല്ലക്കും പ്രയോഗിച്ചു, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഅല്ലക് എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും നമ്മുടെ ഈ വചനം അത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ലിഅജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അതാണ് തഅലീൽ. ലിഅജ്ലി എന്ന അർത്ഥത്തിൽ ഇവിടെ ലഅല്ല. ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത്, പൊരുൾ, അതെന്ത് എന്നുള്ളതാണ് ഈ അവസാനം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഉണർത്തുന്നത്. നോമ്പിൻ്റെ ഹിക്മത്ത്, പൊരുൾ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ, തഖ്വ സാക്ഷാത്കരിക്കുന്നവരാകാൻ വേണ്ടി നോമ്പിനെ നിർബന്ധമാക്കി എന്നാണ്. തഖ്വ നമുക്കെപ്പോഴും വന്ന് പരിചയമുള്ള പദമാണ്. വിഖായത്തിൽ നിന്നാണ് തഖ്വ. വിഖായത്ത് കരുതലും സൂക്ഷിക്കലുമാണ്, മറ സ്വീകരിക്കലാണ്. നമ്മൾ ഭയക്കുന്ന, പേടിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ പതിക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുന്നു, നരകത്തീനെ നമ്മൾ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും തീയുമൊന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നുകൊണ്ട്. അതാണ് തഖ്വ. നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു പോയിട്ട് ആവർത്തിക്കുന്നില്ല. നോമ്പിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുന്നു, അതിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നു. നോമ്പുകാരനല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അനുവദനീയമായത് തിന്നാനും കുടിക്കാനും രമിക്കാനും രതിക്കാനും അവസരം യഥേഷ്ടമുള്ളത്
നോമ്പുകാരനെന്നാൽ എന്നതിനാൽ നാം തനിച്ചായിട്ടും നമ്മുടെ സ്വകാര്യതയിലും വിജനതയിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടെന്ന് വെക്കുന്നു, നമ്മൾ കരുതുന്നു. ദാഹമുണ്ട്, കുടിക്കാൻ എമ്പാടുമുണ്ട്, പക്ഷേ കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നില്ല, നോമ്പുകാരനാണ്. വിശപ്പ് നന്നായുണ്ട്, തിന്നാൻ യഥേഷ്ടമുണ്ട്, വൈവിധ്യങ്ങൾ, പക്ഷേ തിന്നുന്നില്ല. ആരെയും പേടിച്ചല്ല, അള്ളാഹുവിനെ പേടിച്ച് നോമ്പുകാരനാണെന്നതിനാൽ. വികാരപൂരണത്തിന് തനിക്ക് അനുവദനീയമായ ഇണയുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷേ വികാരം നിയന്ത്രിക്കുന്നു, നോമ്പുകാരനാണെന്നതിനാൽ. ഈ ഒരു തഖ്വയുടെ സാക്ഷാത്കാരം നോമ്പത് പ്രദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു ഇബാദത്തും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, നോമ്പിന് പല ധർമ്മങ്ങളുണ്ട്. നോമ്പ് നിശ്ചയിച്ചതിൽ പല പൊരുളുകളുമുണ്ട്, യുക്തികൾ പലതുമുണ്ട്. നോമ്പുകാരൻ നോമ്പിലൂടെ അള്ളാഹുവിന് ഏറ്റവും നല്ല നിലക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലഅല്ലക്കും തഷ്കുറൂൻ, നമുക്ക് ഇൻഷാ അല്ലാഹ് വഴി വരും. അതേപോലെ നോമ്പുകാരൻ നോമ്പിലൂടെ വികാരത്തെ നിയന്ത്രിക്കുവാൻ പ്രത്യേകിച്ച് അവസരം ഉള്ളവനാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ അവസരവും ശേഷിയുമുള്ളവരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. വിവാഹം കഴിക്കാൻ സാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത്? വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം എന്നാണ് പറഞ്ഞത്. അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത്. അവൻ നോമ്പ് എന്താ? നോമ്പിലൂടെ വികാര നിയന്ത്രണം അത് വലിയ അളവിൽ നടക്കുമെന്നുള്ളതാണ്. ഇതേപോലെ നോമ്പിൻ്റെ പൊരുളുകളായി അത് സാമൂഹികമായിട്ടുള്ള കുറേ മേന്മകൾ, അതേപോലെ ശാരീരികമായിട്ടുള്ള കുറേ ഫലങ്ങൾ, ആരോഗ്യപരമായി ദൈക്ഷണികവും ചിന്താപരവുമായി ഒക്കെ പല ധർമ്മങ്ങൾ നോമ്പിലൂടെ ഉണ്ട്. ചിലതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിനി ഈ നോമ്പിൻ്റെ തന്നെ മറ്റ് ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ആത്മനിയന്ത്രണത്തിൻ്റെ വിഷയം, ക്ഷമയുടെ വിഷയം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതേപോലെ തന്നെ വിശപ്പ്, ദാഹം പോലുള്ളതായ പ്രതികൂല അവസ്ഥകൾ, അതിലൊക്കെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ ഒക്കെ ക്ഷമയുടെ പാഠങ്ങൾ. അത് തന്നെ ഏറ്റവും മുഖ്യൊരു വിഷയമാണ് നോമ്പിൻ്റെ പൊരുളായി, യുക്തിയായി. പിന്നെ സഹജീവികളെക്കുറിച്ചുള്ള ചിന്ത നോമ്പിലൂടെ, പ്രത്യേകിച്ച് അഗതികൾ, അനാഥർ, നിരാലംബർ, പട്ടിണിപ്പാവങ്ങൾ, സാമൂഹ്യ ശ്രേണിയിലെ അവശർ, അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നോമ്പിലൂടെ അവസരമാണ്. തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും അത് അനുഭവിച്ചറിയുമ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരങ്ങൾ. നോമ്പിന് അതിൻ്റേതായ പൊരുളുകൾ, യുക്തികൾ ധാരാളമാണ്. അതൊക്കെ വിശദമായ പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടായ വിഷയമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പൊരുളായി ഇവിടെ ഉണർത്തിയത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ശാരീരികമായും സാമൂഹികമായും ഒക്കെയുള്ള ധാരാളം ഗുണങ്ങളും മേന്മകളും നോമ്പിലൂടെയുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും മുഖ്യവും പ്രധാനവും തഖ്വയാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. തഖ്വയുടെ പോഷിപ്പും അതിൻ്റെ വർധനവുമാണ് നോമ്പ് നിയമമാക്കിയതിലൂടെയുള്ള ഏറ്റവും മഹത്തായ അതിൻ്റെ യുക്തി, അതിലെ പൊരുൾ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 184-ാം വചനമാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അയ്യാമം മഅദൂദാത്ത് എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിൽ വചനം അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ് നമുക്ക് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.